UDF സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടാം ദിവസം തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സർക്കാരിനെ ഒരു പ്രശ്നപരിഹാരമായി കാണേണ്ടി വന്ന ഒരു പ്രശ്നപരിഹാരം നടത്തേണ്ടി വന്ന ഒരു വിഷയമാണ് മലയിടം തുരുത്ത് ഭൂമി വിഷയം. വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവിടെ തർക്കമുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 15ഓളം തവണ അവിടെ കോടതി വിധി അനുസരിച്ച് പരിശോധനയ്ക്കും റെയ്ഡിനുമൊക്കെയായി പോലീസ് എത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടാമത്തെ ദിവസം തന്നെ ഈ സമാനമായ പ്രശ്നം ആവർത്തിച്ചു. കോടതിയിൽ കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് മലയിടം തുരുത്തുകാർക്കെതിരായാണ് കോടതിയുടെ വിധി. ഈ സ്ഥലമുടമയ്ക്ക് ഈ ഭൂമി തിരിച്ചു നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അഭിഭാഷക കമ്മീഷനുണ്ട്. അവർക്ക് അവരുടെ പണി ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ള വലിയൊരു കീറാമുട്ടി. ഇപ്പോൾ സർക്കാരിനെതിരെ ഇപ്പോൾ സമരസമിതി രംഗത്ത് വന്നിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കണ്ണാട്ട് കുടുംബത്തിന് അനുകൂലമായാണ് മന്ത്രി അടക്കമുള്ളവർ നിലപാടെടുക്കുന്നതെന്നാണ് സമരസമിതിയുടെ ആരോപണം. കോടതി അനുവദിച്ച സമയം 16-ന് അവസാനിക്കും. അതിനു മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണാതെ പോലീസിനെ ഉപയോഗിച്ച് ഇറക്കി വിടാനാണ് നീക്കമെന്നും സമരസമിതി ഇപ്പോൾ ആരോപിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം നമുക്ക് അവരുടെ ആ ഒരു പത്രസമ്മേളനത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ഇതിൻ്റെ ഉടമ എന്ന് പറയുന്ന ശങ്കരൻ നായരുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ താല്പര്യത്തിനും വേണ്ടി മന്ത്രിയും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ മാറിയിട്ടുണ്ടോ എന്ന സംശയമാണ്. അതുകൊണ്ടായിരിക്കാം ചർച്ച മാറ്റിവെച്ചതെന്ന് സംശയമാണ് കേട്ടോ. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മന്ത്രിയും കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെ ഉന്നതിയിലുള്ള ആളുകൾ അത് അംഗീകരിക്കാൻ എല്ലാ കാര്യങ്ങളല്ല ചർച്ചയോടുകൂടി ചില ഭേദഗതിയോടുകൂടി അംഗീകരിക്കുന്നതിന് തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഏകപക്ഷീയമായി അവർ ഈ കാര്യത്തിനകത്തൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എന്നാണ് അറിയുന്നത്. അതിൻ്റെ ഭാഗമായി ചർച്ച നടന്നിട്ടില്ല. ഇവിടെ പോലീസിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തി നരനായാട്ട് നടത്തി ഈ പാവങ്ങളെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കാം എന്നാണ് ചില ആളുകളും മന്ത്രി ഉൾപ്പെടെയുള്ള ചില ആളുകൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ ചർച്ച മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതേസമയം കോടതി നിർദ്ദേശിച്ച സമയത്തിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും മന്ത്രി റോജി എം ജോൺ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. 16-ാം തീയതി വരെയാണ് കോടതി സമയം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ നമ്മൾ ചർച്ച അവസാനിപ്പിച്ചെന്നോ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളിത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ആർക്കും ദോഷം കൂടാതെ, അല്ലെങ്കിൽ രണ്ടു തരത്തിലാണല്ലോ, രണ്ടു വിഭാഗങ്ങൾക്കും ദോഷം വരരുത്, രണ്ടു വിഭാഗങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുല ആയിരിക്കണം. അങ്ങനെ ഒരു ഫോർമുലയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇതിപ്പോ സർക്കാരിന് മുന്നിൽ വലിയൊരു കീറാമുട്ടിയാണ്. കാരണം കോടതി വിധിച്ച ഒരു കേസാണ്. കോടതിയുടെ വിധി, അതിൻ്റെ ജഡ്ജ്മെന്റ് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷേ താമസക്കാരുടെ പ്രശ്നങ്ങളിലും ഒരു അനുഭാവപൂർണ്ണമായ നിലപാടുണ്ടാകണം. ഇപ്പോൾ എന്ത് പരിഹാര ഫോർമുലയാണ് സർക്കാരിന് മുന്നിൽ ഉള്ളത്? ഇതുവരെയുള്ള ചർച്ചകൾ ഏത് വഴിക്കായിരുന്നു? ഈ കേസ് കൊടുത്ത സ്ഥലമുടമ അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിന് വഴങ്ങാൻ തയ്യാറായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ തുടർച്ചയായി നടക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ വെച്ചിരുന്ന അവസാനവട്ട ചർച്ചയാണ് എന്നാണ് റോജി എം ജോൺ മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷെ അത് വളരെ പെട്ടെന്ന് റദ്ദാക്കുകയും ചെയ്തു. ഇന്ന് അതിനെ തുടർന്ന് ഈ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിലവിടെ സമരസമിതി എന്ന് പറയുന്നത് CPM-ന്റെ നേതൃത്വത്തിലാണ് അവിടെ സമരം നടക്കുന്നത്. സമരസമിതിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, മന്ത്രി റോജി എം ജോൺ നടത്തുന്ന ശ്രമങ്ങൾ ഇതെല്ലാം സ്ഥലമുടമകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകപക്ഷീയമായ ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് ഒരു ഗുരുതരമായ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചകളിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ രീതിയിലാണ് സമരസമിതിയുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ഒരു നീക്കം അത് ആളുകളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനാണെങ്കിൽ അത് നടക്കില്ല, അതിനെ തങ്ങൾ നേരിടുമെന്നാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിൽ ഇവരുടെ ഒരു ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത് ഇതിനോട് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതൊരു വൈകാരികമായ ഒരു പ്രതികരണമാണ്, സ്വാഭാവികമായും അതുണ്ടാകും. പക്ഷേ തങ്ങൾ ഒരു അനുനയ മാർഗത്തിലൂടെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യണം. അതായത് സ്ഥലമുടമയും അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്നവരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. രണ്ടുപേരോടും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അവർ രണ്ടുപേരും അത്തരം കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പുമായിട്ട് മുന്നോട്ട് വരിക. അതുകൊണ്ടാണ് ഇന്നലെ ഒരു ചർച്ച നടക്കാതിരുന്നത്. അത് ഈ ദിവസത്തിനുള്ളിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് വരും. അതിനുശേഷമായിരിക്കും ചർച്ച നടത്തി അതിന്റെ ഒരു സർക്കാർ അതിൽ ഉറപ്പു നൽകുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുക. നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെ താമസിക്കുന്നവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതിനു ശേഷമായിരിക്കും സർക്കാർ
സർക്കാർ പറയുന്ന പുനരധിവാസം നടപ്പാക്കുക. അതിന് അവിടെ താമസിക്കുന്ന 8ഓളം കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം സ്ഥലം ആ സ്ഥല ഉടമ അനുവദിക്കണം. അത് ഏത് ഭാഗത്ത് എവിടെ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. നിലവിൽ താമസിക്കുന്നിടത്ത് നിന്ന് അവരെ മാറ്റി മറ്റൊരിടത്തേക്കായിരിക്കും വെക്കുക. അപ്പോൾ അതുവരെയും അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ വാടക അത് നൽകണമോ അതോ നിലവിൽ താമസിക്കുന്നിടത്ത് അവരെ തുടരാൻ അനുവദിക്കണമോ എന്നതൊരു കാര്യമാണ്. കാരണം കോടതി നടപടികൾ പൂർത്തിയാക്കി 16-നകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നീണ്ടു പോവുകയാണെങ്കിൽ അത് കോടതിയുടെ കൂടി വാക്കുകളുടെ ലംഘനമായി തീരുകയും ചെയ്യും. അപ്പോൾ അതിനു മുൻപ് ഇത് തീരുമാനമാകണം. സ്ഥലമുടമ പറയുന്നത് അവിടെ നിന്ന് മാറി മറ്റൊരിടത്ത് താമസിക്കുക, പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ അവിടേക്ക് അവർക്ക് തിരിച്ചു വരാം എന്നതാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലുള്ളൊരു അവസാനവട്ട ചർച്ചകൾ ആണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും സമരസമിതി CPM നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ സമരം നടക്കുകയാണ്. ഏതായാലും അവരെ വലിയ പ്രതീക്ഷ ഇല്ല എന്ന രീതിയിലാണ് സമരസമിതിയുടെ ഒരു നിലപാട്. ഏതായാലും വരും ദിവസങ്ങളിൽ സ്ഥലമുടമയും അവിടെ താമസിക്കുന്നവരും തമ്മിലുള്ള ചർച്ചയാണ് എന്ത് തീരുമാനം ഉണ്ടാകുമെന്നത് അറിയേണ്ടത്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് കാത്തിരുന്ന് കാണേണ്ടത്, എന്താകും തീരുമാനം എന്നുള്ളത്. ഏതായാലും അവർ സർക്കാർ വഞ്ചിച്ചു അല്ലെങ്കിൽ സർക്കാർ സ്ഥലമുടമയ്ക്ക് കൂടി അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷം ഭരിച്ച CPMന്റെ നേതാക്കളൊക്കെയാണ് ഈ സമരസമിതി എന്ന പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നേതാക്കളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലും കാണാം. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായ അരുണുമൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ഭരണകാലത്ത് 10 വർഷം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ UDF സർക്കാർ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അവർ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരിഹാരം കാണുമോ എന്നുള്ളത് നമുക്ക് 16-ാം തീയതിക്ക് മുൻപ് അറിയാം. ഏതായാലും സ്പോട്ട് ലൈവ് പൂർത്തിയാവുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ നിരവധി വാർത്തകൾ നമ്മൾ സ്പോട്ട് ലൈവിൽ ചർച്ച ചെയ്തു. ഒരുപാട് ക്രിമിനൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഈ വിഷയങ്ങളിലെല്ലാം കാര്യമായ അന്വേഷണം നടത്തുമെന്നും കൃത്യമായ പ്രതികളിലേക്ക് എത്തും എന്നും കരുതാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.